ഇന്ന് നമുക്ക് പഴങ്ങൾ കൊണ്ട് വേവിക്കാത്ത ഒരു പായസം ഉണ്ടാക്കാം. പഴപ്പായസം. സാധാരണ ഏത്തപ്പഴം കൊണ്ട് പ്രഥമൻ ഉണ്ടാക്കും. ആ പ്രഥമൻ അത് ഏത്തപ്പഴമൊക്കെ വേവിച്ച് വരട്ടിയെടുത്ത് അതിൽ നാളികേരപ്പാലും ശർക്കരയും ഒക്കെ ചേർത്ത് ജീരകമൊക്കെ ചേർത്തുണ്ടാക്കുന്നതാണ് ഏത്തപ്പഴ പ്രഥമൻ. എന്നാൽ അത്രയൊന്നും ബുദ്ധിമുട്ടില്ലാതെ വളരെ എളുപ്പത്തിൽ ദഹിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വിഭവം, അതാണ് പഴം കൊണ്ടുള്ള പായസം. ആ പഴം കൊണ്ടുണ്ടാക്കുന്ന പായസത്തിന് ആവശ്യമായിരിക്കുന്ന സാധനങ്ങൾ: റോബസ്റ്റ പഴം, അതിലേക്ക് ആവശ്യമായിരിക്കുന്ന ശർക്കരപ്പാനി, തേന്, അതുകൂടാതെ ജീരകം അല്ലെങ്കിൽ ജീരകത്തിന് പകരം ഏലക്കായ പൗഡർ, നാളികേരപ്പാൽ. ഇത്രയും വിഭവങ്ങളൊക്കെ, ഇത്തരം സാധനങ്ങൾ ഒരുക്കി കഴിഞ്ഞാൽ പായസം നമുക്ക് വളരെ എളുപ്പത്തിൽ പഴത്തിൻ്റെ തൊലി കളയുക, അത് പാത്രത്തിലിട്ട് അത് ഈ അടപ്രഥമൻ്റെ കഷ്ണം പോലെ വളരെ ചെറുതായിട്ടുള്ള കഷ്ണങ്ങളാക്കുന്നതിന് വേണ്ടി ഒരു ഉപകരണമുണ്ട്. ആ ഉപകരണം കൊണ്ട് അതിനെ ശരിക്കും ഒന്ന് പാകപ്പെടുത്തി അതിനെ ആവശ്യത്തിന് തയ്യാറാക്കി കഴിഞ്ഞ് അതിൽ നാളികേരപ്പാൽ ഒഴിക്കുന്നു. അതോടൊപ്പം തന്നെ ശർക്കരപ്പാനി ചേർക്കുന്നു, ഏലക്കായ പൗഡർ ചേർക്കുന്നു. പിന്നെ വേണമെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് മുറിച്ച് ചേർക്കാം, ബദാം പരിപ്പ് അരച്ച് ചേർക്കാം. അങ്ങനെയൊക്കെ അതിന് രുചി വരുത്താൻ സാധിക്കും, രുചിയും ഗുണമൊക്കെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് അത് നല്ല പാത്രത്തിലൊഴിച്ച് അതെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഇത്തരം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വീട്ടിൽ അച്ഛൻ, അമ്മ, കുട്ടികൾ അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് വട്ടത്തിലിരുന്ന് ഇതൊക്കെ തയ്യാറാക്കി കഴിഞ്ഞ് അത് നല്ല വൃത്തിയുള്ള ഗ്ലാസ്സിൽ, നല്ല ഭംഗിയുള്ള ഗ്ലാസ്സിൽ അതൊഴിച്ച് അതെല്ലാവർക്കും സർവ് ചെയ്ത് അങ്ങനെ എല്ലാവരും അത് ആനന്ദകരമായിട്ട് ആസ്വദിച്ചിട്ട് അത് കുടിക്കാൻ കഴിയണം. ഇത് ഇതിൻ്റെ പ്രത്യേകത, ഇത് ദഹനഗ്രന്ഥികൾക്ക് ഉണർവുണ്ടാക്കുന്നതാണ്. വളരെ എളുപ്പത്തിൽ ദഹിപ്പിക്കാൻ കഴിയുന്നതാണ്. പോഷകങ്ങൾ സമൃദ്ധിയായിട്ടുള്ളതാണ്. അതിന് ജീവൻ, പൂർണ്ണത, പോഷകം, രുചി, ഗന്ധം, പുതുമ ഒരു ഭക്ഷണത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങളാണ്. ആ ഭക്ഷണത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങളെല്ലാം സമൃദ്ധമായിട്ട് ഒരുങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ചേർന്നിരിക്കുന്ന ഒരു പോഷകാഹാരമാണ്. അപ്പോൾ അത് ഓരോ ഗ്ലാസ് എല്ലാവർക്കും സപ്ലൈ ചെയ്ത് സാധാരണഗതിയിൽ നമ്മൾ ചായ, കട്ടൻ ചായയൊക്കെ കുടിച്ച് എഴുന്നേറ്റ് ദിനചര്യകളൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് മേശപ്പുറത്ത് ഒരുപാട് വിഭവങ്ങൾ ഒരുക്കിയിരിക്കും. ആ വിഭവങ്ങളൊക്കെ തന്നെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം, അതായത് കടല, പുട്ട്, ഇങ്ങനെയുള്ള ചപ്പാത്തി അല്ലെങ്കിൽ ദോശ തുടങ്ങിയിരിക്കുന്ന പല വിഭവങ്ങളും, ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് സാധാരണ നമ്മൾ പഴങ്ങളൊക്കെ കഴിക്കാറ്. അത് ഏറ്റവും അശാസ്ത്രീയമായിരിക്കുന്ന ഒരു ഭക്ഷണമാണ്. എളുപ്പം ദഹിപ്പിക്കാൻ കഴിയുന്ന ഭക്ഷണങ്ങൾ, ഏറ്റവും ദഹനത്തിന് ബുദ്ധിമുട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിച്ചതിന് ശേഷം കഴിക്കുന്നത് അശാസ്ത്രീയമാണ്. അശാസ്ത്രീയമാണെന്ന് മാത്രമല്ല, പചനേന്ദ്രിയത്തിന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. എളുപ്പം ദഹിക്കുന്നത് ആദ്യം കഴിക്കണം.